ഭാരതത്തിന്റെ സാമ്പത്തിക ചരിത്രത്തിലെ അതിനിർണായകമായ ഒരു ഘട്ടത്തിലാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ 2026-27 വർഷത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത്. സാധാരണയായി ബജറ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് ആദായ നികുതിയിൽ എന്തിളവ് കിട്ടി, അല്ലെങ്കിൽ ഏതൊക്കെ സാധനങ്ങൾക്ക് വില കൂടി എന്നൊക്കെയുള്ള ചിന്തകളാണ്. എന്നാൽ മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണത്തെ ബജറ്റ് കേവലം ഒരു വരവ് ചെലവ് കണക്കോ ജനപ്രിയ പ്രഖ്യാപനങ്ങളുടെ ഒരു പട്ടികയോ അല്ല, മറിച്ച് മാറുന്ന ലോകക്രമത്തിൽ ഇന്ത്യ ഒരു ആഗോള സാമ്പത്തിക ശക്തിയായി ഉറപ്പിച്ചു നിർത്താനുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് മോദി സർക്കാർ ഇന്നലെ നടത്തിയത്. ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വെറും ഒരു വരവ് ചെലവ് കണക്കല്ല, മറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് മേൽ ഏർപ്പെടുത്തിയ 50% താരിഫ് എന്ന ഹിമാലയൻ വെല്ലുവിളിയെ ഇന്ത്യ എങ്ങനെ നേരിടാൻ പോകുന്നു എന്നാണ്. ഭാരതത്തിന്റെ സാമ്പത്തിക ചരിത്രത്തിലെ അതിനിർണായകമായ ഒരു ഘട്ടത്തിലാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ 2026-27 വർഷത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത്. സാധാരണയായി ബജറ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് ആദായ നികുതിയിൽ എന്തിളവ് കിട്ടി, അല്ലെങ്കിൽ ഏതൊക്കെ സാധനങ്ങൾക്ക് വില കൂടി എന്നൊക്കെയുള്ള ചിന്തകളാണ്. എന്നാൽ മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണത്തെ ബജറ്റ് കേവലം ഒരു വരവ് ചെലവ് കണക്കോ ജനപ്രിയ പ്രഖ്യാപനങ്ങളുടെ ഒരു പട്ടികയോ അല്ല, മറിച്ച് മാറുന്ന ലോകക്രമത്തിൽ ഇന്ത്യ ഒരു ആഗോള സാമ്പത്തിക ശക്തിയായി ഉറപ്പിച്ചു നിർത്താനുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് മോദി സർക്കാർ നടത്തിയത്. ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വെറും ഒരു വരവ് ചെലവ് കണക്കല്ല, മറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് മേൽ ഏർപ്പെടുത്തിയ 50% താരിഫ് എന്ന ഹിമാലയൻ വെല്ലുവിളിയെ ഇന്ത്യ എങ്ങനെ നേരിടാൻ പോകുന്നു എന്നാണ്. 7.4% എന്ന കരുത്തുറ്റ GDP വളർച്ചാ നിരക്ക് നമുക്ക് നൽകുന്ന ആത്മവിശ്വാസം എത്രത്തോളമാണ്? ഇന്ത്യയെ ലോകത്തിന്റെ വിശ്വസ്തമായ നിർമ്മാണ കേന്ദ്രമായും സാമ്പത്തിക അച്ചുതണ്ടായും ഉറപ്പിച്ചു നിർത്താൻ ഈ ബജറ്റിൽ എന്തൊക്കെ പദ്ധതികളാണുള്ളത്? സെമി കണ്ടക്ടർ മേഖലയിലും റെയർ എർത്ത് മിനറൽ രംഗത്തും ചൈനയെ മറികടക്കാൻ ഇന്ത്യ ഒരുക്കുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഈ ബജറ്റിലുള്ള പ്രാധാന്യം എത്രയാണ്? ഇത്തരത്തിൽ ഈ ബജറ്റിന്റെ എല്ലാ വശങ്ങളും വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് മേൽ 50% താരിഫ് എന്ന ഹിമാലയൻ വെല്ലുവിളി ഉയർത്തിയ ഈ ഘട്ടത്തിൽ ഭാരതം പതറി നിൽക്കുമെന്നാണ് പലരും കരുതിയത്. എന്നാൽ ആ ധാരണകളെല്ലാം തിരുത്തിക്കൊണ്ട് വിദേശ വിപണികളെ മാത്രം ആശ്രയിക്കുന്ന പഴയ രീതിയിൽ നിന്ന് മാറി ഇന്ത്യയെ തന്നെ ലോകത്തിന്റെ വിശ്വസ്തമായ നിർമ്മാണ കേന്ദ്രമായും സാമ്പത്തിക അച്ചുതണ്ടായും മാറാനുള്ള വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഇത്തവണ ബജറ്റിൽ നമ്മൾ കണ്ടത്. ഈ ബജറ്റിനെ ഏറ്റവും ലളിതമായി വിശേഷിപ്പിക്കാൻ കഴിയുക ഇന്ത്യയുടെ സാമ്പത്തിക പ്രതിരോധ കോട്ട എന്നാണ്. പുറമെ നിന്നുള്ള പ്രത്യാഘാതങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കാത്ത രീതിയിലാണ് ഇതിന്റെ ഘടന. 7.4% വളർച്ചാ നിരക്കുന്നത് ലോകത്തെ മറ്റു പ്രമുഖ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ മികച്ചതാണ്. അമേരിക്കൻ വിപണിയിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് നികുതി കൂടുമ്പോൾ അത് നമ്മുടെ കയറ്റുമതി മേഖലയെ ബാധിക്കുമെന്ന് ഉറപ്പാണ്. എന്നാൽ ഈ വെല്ലുവിളിയെ മറികടക്കാൻ ആഭ്യന്തര ഉൽപാദനത്തിന് ഊന്നൽ നൽകുക എന്ന നയമാണ് മോദി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് വിദേശ വിപണികളെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം ഇന്ത്യയെ തന്നെ ലോകത്തിന്റെ ഒരു വമ്പൻ മാർക്കറ്റായും നിർമ്മാണ കേന്ദ്രമായും മാറ്റുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. 2047ഓടെ ഒരു വികസിത രാഷ്ട്രമാകാനുള്ള ഇന്ത്യയുടെ ദീർഘകാല ലക്ഷ്യത്തിലേക്കുള്ള അതിശക്തമായ ചുവടുവെപ്പായി ഈ ബജറ്റിനെ കാണാം. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന തന്ത്രങ്ങളുടെ കേന്ദ്ര ബിന്ദുവായ ഇൻഫ്രാസ്ട്രക്ചർ ഫസ്റ്റ് നയം ഈ ബജറ്റിലും കൂടുതൽ കരുത്തോടെയാണ് പ്രതിഫലിക്കുന്നത്. 12.2 ലക്ഷം കോടി രൂപയുടെ റെക്കോർഡ് മൂലധന നിക്ഷേപമാണ് ഇത്തവണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് കേവലം റോഡുകളുടെയോ പാലങ്ങളുടെയോ നിർമ്മാണം മാത്രമല്ല, ഇന്ത്യയുടെ ചരക്ക് നീക്കത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിനുള്ളത്. ലോകത്തിലെ മുൻനിര രാജ്യങ്ങളെല്ലാം ചരക്ക് നീക്കത്തിന് ചിലവ് വളരെ കുറവാണ്. ഇന്ത്യയിലും ആ നിലവാരത്തിലേക്ക് ലോജിസ്റ്റിക് ചിലവുകൾ എത്തിച്ചാൽ മാത്രമേ ആഗോള വിപണിയിൽ നമുക്ക് മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ. പുതിയ റെയിൽവേ ഇടനാഴികൾ, അതിവേഗ പാതകൾ, അത്യാധുനിക തുറമുഖങ്ങൾ എന്നിവ ഇതിലൂടെ യാഥാർത്ഥ്യമാകും. ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ വ്യവസായ മേഖല ഉണരുകയും അത് ദശലക്ഷക്കണക്കിന് യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ നൽകുകയും ചെയ്യും. പ്രതിരോധ മേഖലയിൽ വരുത്തിയ 20%-ലധികം വർധനവ് നമ്മുടെ ആഭ്യന്തര ആയുധ നിർമ്മാണത്തിനെയും കൂടുതൽ ശക്തമാക്കുകയാണ്. നിർമ്മാണ മേഖലയിൽ കേവലം ഒരു പങ്കാളി എന്നതിലുപരി ആഗോള വിതരണ ശൃംഖലയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനാണ് ഇന്ത്യ ഈ ബജറ്റിലൂടെ ശ്രമിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സെമി കണ്ടക്ടർ മേഖലയും റെയർ എർത്ത് മിനറലുകളുമാണ്.
സ്മാർട്ട് ഫോണുകൾ മുതൽ വൈദ്യുത വാഹനങ്ങൾ വരെ നിർമ്മിക്കാൻ അത്യാവശ്യമായ റെയർ ഹെർത്ത് മിനറലുകളുടെ കാര്യത്തിൽ ചൈനയ്ക്കുള്ള ആധിപത്യം തകർക്കാൻ ഇന്ത്യ തീരുമാനിച്ചു കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രത്യേക വികസന ഇടനാഴികൾ സ്ഥാപിക്കുമെന്നും ഇന്നലത്തെ ബജറ്റിൽ പ്രഖ്യാപനമുണ്ടായി. സെമി കണ്ടക്ടർ മിഷൻ 2.0 വഴി ചിപ്പുകളുടെ ഡിസൈൻ മുതൽ പാക്കേജിംഗ് വരെയുള്ള മുഴുവൻ ഘട്ടങ്ങളും ഇന്ത്യയിൽ തന്നെ പൂർത്തിയാക്കാൻ വൻ നിക്ഷേപമാണ് സർക്കാർ നടത്തുന്നത്. കൂടാതെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റ വിപണികളിൽ ഒന്നായ ഇന്ത്യയിലേക്ക് വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ക്ലൗഡ് കമ്പനികൾക്ക് 2047 വരെ നികുതി ഇളവ് പ്രഖ്യാപിച്ചത് ഡിജിറ്റൽ മേഖലയിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കുകയാണ്. ഇന്ത്യ ഒരു ഹൈടെക് മാനുഫാക്ചറിംഗ് ഹബ്ബാക്കി മാറ്റുന്നതിനൊപ്പം തന്നെ സാധാരണക്കാരുടെ തൊഴിൽ സുരക്ഷിതത്വവും സർക്കാർ പരിഗണിച്ചിട്ടുണ്ട്. മെഗാ ടെക്സ്റ്റൈൽ പാർക്കുകൾ വഴി വസ്ത്രനിർമ്മാണ മേഖലയിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാകുക. ലിഥിയം അയൺ ബാറ്ററികളുടെ നിർമ്മാണത്തിലുള്ള അസംസ്കൃത വസ്തുക്കളുടെ ഇറക്കുമതി തീരുവ ഒഴിവാക്കിയത് വൈദ്യുത വാഹന മേഖലയിൽ വമ്പൻ വിലക്കുറവിനും വളർച്ചയ്ക്കും വഴിയൊരുക്കുകയാണ്. അതുപോലെ തന്നെ സാമ്പത്തിക അച്ചടക്കത്തിന്റെ കാര്യത്തിലും സർക്കാർ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. ഓരോ വർഷത്തെയും കമ്മി മാത്രം നോക്കുന്നതിന് പകരം രാജ്യത്തിന്റെ മൊത്തം കടം കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. 2031 കടം 50% എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. ഇത് രാജ്യാന്തര നിക്ഷേപകർക്ക് ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷിതത്തിൽ വലിയ വിശ്വാസം നൽകും. ആദായ നികുതിയിൽ വലിയ മാറ്റങ്ങൾ ഇത്തവണ വരുത്തിയില്ലെങ്കിലും കഴിഞ്ഞ വർഷത്തെ ഇളവുകൾ നിലനിർത്തിക്കൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പണം കണ്ടെത്താനാണ് ധനമന്ത്രി ശ്രമിച്ചിരിക്കുന്നത്. അമേരിക്കൻ താരിഫുകളും ആഗോള മാന്ദ്യഭീഷണിയും ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് മേൽ നിഴൽ വീഴ്ത്തുമ്പോൾ ആഭ്യന്തര ഉൽപാദനത്തിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും റെക്കോർഡ് നിക്ഷേപം നടത്തിക്കൊണ്ട് രാജ്യം ഈ പ്രതിസന്ധിയെ അതിജീവിക്കുകയാണ്. തന്ത്രപ്രധാന മേഖലകളിലെ സ്വയം പര്യാപ്തതയും കർക്കശമായ സാമ്പത്തിക അച്ചടക്കവും വഴി ലോകത്തിനു മുന്നിൽ വിശ്വസ്തമായ ഒരു നിക്ഷേപ കേന്ദ്രമായി ഇന്ത്യ ഇന്ന് സ്വയം അടയാളപ്പെടുത്തുകയാണ്. ഓഹരി വിപണിയിലെ താൽക്കാലിക ചലനങ്ങൾക്കപ്പുറം ഈ ബജറ്റ് വിഭാവനം ചെയ്യുന്ന ദീർഘവീക്ഷണമുള്ള പദ്ധതികൾ വരും ദശകങ്ങളിൽ ഇന്ത്യയെ ലോകത്തിന്റെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഉയർത്തുമെന്നുറപ്പാണ്. പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റുന്ന നവഭാരതത്തിന്റെ സാമ്പത്തിക നയതന്ത്രത്തിന്റെ നേർക്കാഴ്ച തന്നെയാണിത്. മുൻ വർഷങ്ങളിൽ നമ്മൾ കണ്ട ബജറ്റുകൾ പ്രധാനമായും വിദേശ നിക്ഷേപങ്ങളെയും ആഗോള വിപണികളെയും പ്രീണിപ്പിക്കുന്നില്ലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ വലിയൊരു മാറ്റമുണ്ട്. 7.4% എന്ന കരുത്തുറ്റ GDP വളർച്ചാ നിരക്ക് നമുക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. വിദേശ രാജ്യങ്ങൾ ഉയർത്തുന്ന തടസ്സങ്ങളെ നമ്മുടെ ആഭ്യന്തര കരുത്തുകൊണ്ട് നേരിടുക എന്ന സാമ്പത്തിക പ്രതിരോധ കോട്ടയാണ് ഇത്തവണ നിർമ്മിക്കപ്പെട്ടത്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു പ്രധാന കാര്യം രാജ്യത്തിന്റെ കടം കുറയ്ക്കുന്നതിൽ കാണിച്ച കർക്കശമായ നിലപാടാണ്. ഓരോ വർഷത്തെയും സാമ്പത്തിക കമ്മി മാത്രം കുറയ്ക്കുന്ന പഴയ രീതിയിൽ നിന്ന് 2030 രാജ്യത്തിന്റെ മൊത്തം കടം 50% എത്തിക്കുക എന്ന വലിയ ലക്ഷ്യത്തിലേക്കാണ് സർക്കാർ ശ്രദ്ധ നൽകിയിട്ടുള്ളത്. ഇത് രാജ്യാന്തര നിക്ഷേപകർക്ക് ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷിതത്തിൽ വലിയ വിശ്വാസം നൽകും. നിലവിലെ സാമ്പത്തിക കമ്മി 4.4% നിന്ന് 4.3% താഴ്ത്താനും ബജറ്റ് ലക്ഷ്യമിടുന്നുണ്ട്. ആദായ നികുതിയിൽ പുതിയ ഇളവുകൾ പ്രഖ്യാപിക്കാത്തത് മധ്യവർഗത്തെ നിരാശരാക്കിയേക്കാം. പക്ഷേ കഴിഞ്ഞ വർഷം തന്നെ 12 ലക്ഷം രൂപ വരെയുള്ള വരുമാനം നികുതി വിമുക്തമാക്കിയ ആ വലിയ ആശ്വാസം നിലനിർത്താൻ സർക്കാർ ശ്രദ്ധിച്ചു. പകരം ഓഹരി വിപണിയിലെ അമിതമായ ഊഹക്കച്ചവടം നിയന്ത്രിക്കാൻ ട്രേഡിംഗിലും മേലുള്ള നികുതി വർദ്ധിപ്പിച്ചതും ശ്രദ്ധേയമാണ്. ഇത് വിപണിയെ കൂടുതൽ സുരക്ഷിതമാക്കാൻ സഹായിക്കുകയാണ്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. നിർമ്മല സീതാരാമൻ ഇന്നലെ അവതരിപ്പിച്ചത് വെറും ഒരു സാമ്പത്തിക രേഖയല്ല, മറിച്ച് വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള ഭാരതത്തിന്റെ ഇച്ഛാശക്തിയുടെ പ്രഖ്യാപനമാണ്. ലോകം ഒരു സാമ്പത്തിക ശീതയുദ്ധത്തിലേക്ക് നീങ്ങുമ്പോഴും വൻ ശക്തികൾ വ്യാപാര നിയന്ത്രണങ്ങളിലൂടെ പരസ്പരം പോരടിക്കുമ്പോഴും ഭാരതം ആത്മവിശ്വാസത്തോടെ തലയുയർത്തി നിൽക്കുകയാണ്. അമേരിക്കൻ താരിഫുകൾ ഉയർത്തുന്ന ഭീഷണിയായാലും ആഗോള വിതരണ ശൃംഖലയെ തടസ്സങ്ങളായാലും അതിനെയെല്ലാം ആഭ്യന്തര ഉൽപാദനത്തിന്റെ കരുത്തുകൊണ്ട് നേരിടാൻ മോദി സർക്കാർ തയ്യാറായി കഴിഞ്ഞു. 12.2 ലക്ഷം കോടിയുടെ നിക്ഷേപവും സെമി കണ്ടക്ടർ മേഖലയിലെ കുതിച്ചുചാട്ടവും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വരാൻ പോകുന്ന തന്ത്രപ്രധാനമായ വികസന ഇടനാഴികളും ഭാരതത്തെ ലോകത്തിന്റെ ഫാക്ടറിയാക്കി മാറ്റുമെന്നതിൽ സംശയമില്ല.
എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.